അപ്പഴേ നല്ല കുട്ടികളെ പറഞ്ഞതൊക്കെ കേൾക്കണം. കേൾക്കും. നീലമ്മക്ക് പാറു കുഞ്ഞമ്മക്ക് കൊണ്ടുപോകാനുള്ള ഭക്ഷണം റെഡിയാക്കണം. നീലമ്മക്ക് അങ്ങനെ ഒരുപാട് ജോലി ഉണ്ട് മോളെ. കല്ല് നല്ല കുട്ടിയല്ലേ? കല്ല് നല്ല കുട്ടി. ആ അപ്പഴേ ലച്ചമ്മ തരൂട്ടോ മോൾക്ക് ഭക്ഷണം. ലച്ചമ്മ എപ്പോഴും ഫോണില്ല. ആ അവരുടെ ഫോണിൽ കളിത്തിൽ കൂടുതലാ. അതൊന്നും നിർത്തണം. കുട്ടിക്ക് നേരെ വണ്ണം തിന്നാനും കൊടുക്കൂല. എപ്പോ നോക്കിയാലും ഫോണില്ല. എടി ലച്ചു. എന്താ അമ്മ? ഓ വന്നല്ലോ വനമാല. അമ്മ തോമസ് പറയാൻ വിളിച്ചതാണോ? ഡി ആ കൊച്ചിന് എന്തെങ്കിലും കഴിച്ചാൻ കൊടുത്തടി നീ ഇത്ര നേരമായിട്ട്. സമയം എത്രയായെന്ന് വിചാരം? ലച്ചമ്മ എപ്പോഴും ഫോണിലാ. ഡി പെണ്ണേ അവിടെ മിണ്ടാതിരുന്നോട്ടോ. എന്താടി കുട്ടി പറയുന്നതാണോ കുറ്റം? അവള് കാണുന്നതല്ലേ പറയുന്നത്. ഇപ്പൊ അമ്മക്ക് എന്താ വേണ്ടത്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. മര്യാദയ്ക്ക് ആ കൊച്ചിന് വിശക്കണമെന്ന് എന്തെങ്കിലും കൊടുക്കടി. വെറുതെ അല്ല, ആ കൊച്ച് ആകെ ക്ഷീണിച്ചിരിക്കണു. കൊച്ചു പാവം. ഓ ഒരു പാവം കൊച്ച്. എടി നിന്നെ പ്രസംഗിക്കാൻ ആ കുട്ടിക്ക് കഴിക്കാൻ കൊടുക്കടി. ഇത് കൊടുക്കുന്നേ അമ്മ. എടി പാറു. എന്താ അമ്മ? എന്താ നീ ആലോചിച്ചിരിക്കുന്നത്? വേഗം കഴിക്കടി. അമ്മ അതെന്താ കാരണം എന്നറിയോ? എന്താടി? അമ്മ അവളുടെ ബാഗ് കാണുന്നില്ലത്രേ. പിന്നെ അവളെങ്ങനെ സ്കൂളിൽ പോവാനാ? എന്ത് ബാഗ് കാണുന്നില്ലെന്നോ? എവിടെ പോയി ബാഗ്? അമ്മ അവൾ എവിടെയെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടാവും. ഇല്ലമ്മ ഞാനേ ബാഗ് വെക്കണ അവിടെ തന്നെ വെച്ചത്. ഇപ്പൊ നോക്കുമ്പോ അവിടെ കാണുന്നില്ല. പിന്നെ നിന്റെ ബാഗിന് എന്താ ചിറകുണ്ടോ പറന്നു പോവാനായിട്ട്? എന്ത് കല്ലു നല്ല ചിരിയാണല്ലോ. അമ്മ കല്ലിന് നല്ല സംശയമുണ്ട് എനിക്ക്. പിന്നെ നിന്റെ ബാഗ് എന്തിനാ അവൾക്ക്? അതല്ല അവളെ സ്കൂളിൽ കൊണ്ടുപോണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ചെറിയ കുട്ടികൾക്ക് സ്കൂളിൽ വരാൻ പറ്റില്ലാന്ന്. അതിന് അവള് ചെയ്ത പണി തന്നെയാ. അത് കാണണില്ല. അവൾ എടുത്തിട്ടുണ്ടാവും. ഒപ്പനെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. പിന്നെ നിന്റെ ബാഗിന്റെ ഇപ്പൊ ചെറിയ കുട്ടിക്ക് പൊന്തുന്നത്. എനിക്ക് എന്റെ ബലമായ സംശയം എന്താണെന്നറിയാം അമ്മ. അവൾക്ക് ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞത് അവൾ ചെയ്തിട്ടില്ല. അതാണ് സംഭവം. അപ്പഴേ ബാഗ് കാണാനെന്ന് പറഞ്ഞാലേ സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. അമ്മ നീ കഴിക്കണ്ട അമ്മ. സമയം പോയി. എടി പാൽക്കുട്ടി നിന്റെ ബാഗ് സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നു. അവിടെ ഉണ്ടോ? പിന്നെ നിന്നോട് കള്ളം പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? ഓ അപ്പൊ വെറുതെ ഇല്ല. ഒരു മറന്നതാണ്. അല്ല അമ്മ ഞാനേ സാധാരണ ബാഗ് വെക്കുന്ന സ്ഥലത്തന്നെ വെച്ചിക്കണേ. ഞാൻ മിണ്ടൂല. ആ ഇപ്പൊ മനസ്സിലായില്ലേ ബാഗ് എങ്ങനെ അവിടെ എത്തിന്ന്? പാൽക്കുഞ്ഞിനെ സ്കൂളിൽ പോവാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ എടുത്തു വെച്ചതല്ലേ. അത് ശരി അവിടെ അങ്ങനെ
കൊടുത്തേക്കൂട്ടാ. ഇതാണല്ലേ അവളുടെ പണി. ഇപ്പൊ ശരിയാക്കി കൊടുക്കാം. മമ്മി മമ്മി ഇവിടെ ഒന്ന് വാ മമ്മി. മുത്തേ നിന്റെ മുത്തച്ഛനോട് പറഞ്ഞോ? പാവം മുത്തച്ഛൻ. മുത്തച്ഛൻ പറഞ്ഞാലൊന്നും ചെറിയമ്മ കേൾക്കൂല. മുത്തച്ഛിച്ചിരി ചെറിയമ്മ ചീത്ത. മമ്മി നോക്ക് മമ്മി, മമ്മിയുടെ കുറ്റം പറയാ അവിടെ നിന്നിട്ട്. മമ്മി അവിടെ പതുക്കെ നിന്ന് മമ്മി, അവർ കാണണ്ട. അയ്യോ രാക്ഷസി. ചീത്ത ചെറിയമ്മ. അയ്യോ കല്ലു വിളിക്കട്ടെടി, അവളെ കൂടി വിളിക്കട്ടെ. ചീത്ത. അയ്യോ കല്ലു പറയട്ടെടി, അവള് പറയട്ടെടി, നീ സന്തോഷിക്കടി. അത് ചെറിയമ്മ ഞാൻ. എടി പാറു നിനക്കെന്താടി ഇവിടെ കാര്യം? അത് ഞാൻ മുത്ത് സ്കൂളിലേക്ക് ഉണ്ടോന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. എടി നിന്നോട് ഞാൻ പലപ്പോഴായി പറയുന്നില്ലടി, മുത്ത് മണിമോളുടെ കൂടെ വന്നോളും, നീ അവളെ കൊണ്ടുപോകാൻ വരണ്ടാന്ന്. അത് ഞാന് മണിമോൾ മുത്തും ഉണ്ടോന്ന് അന്വേഷിക്കാൻ വേണ്ടിട്ട് വന്നതാ. സ്കൂളിൽ പോവാനെന്തിനാടി നീ പൂട്ടരി കൊണ്ട് വന്നേക്കുന്നേ? അത് പിന്നെ അവളെ എന്റെ കൂടെ വെറുതെ വന്നതാ. എടി മുത്തേ എന്തോ എത്ര നേരമായിടി നീ ആ മീൻ വെച്ചുകൊണ്ടിരിക്കുന്നു? എത്രയും പെട്ടെന്ന് കഴുകി കൊണ്ടുപോടി, എന്നിട്ട് അടുത്ത ജോലി നോക്കണം. ഞാനിപ്പോ തന്നെ കഴുകിക്കോളി ചെറിയമ്മേ. ചീത്ത ചെറിയമ്മ. ഓ ആ നശിച്ച പെണ്ണിനെ പിടിച്ചുകൊണ്ട് വേഗം പോയിക്കോ, അല്ലെങ്കിൽ ഞാൻ ഈ മീനെടുത്ത് അതിന് തലവഴി ഒഴിക്കും. അയ്യോ കല്ലു വാ നമുക്ക് പോകാം. കല്ലു വാ, ഈ താരകടല അതിലപ്പുറവും ചെയ്യും. ചീത്ത ചീത്ത ചീത്ത. ദാ നോക്ക്, എനിക്ക് നന്നായി ദേഷ്യം വരുന്നുണ്ട്. ഞാനിപ്പോ അതിന്റെ തലവഴി മീൻ ഒഴിക്കും. ഒഴിക്കുന്ന് പറഞ്ഞാ ഒഴിക്കും. മര്യാദക്ക് കൊണ്ടുപോയിക്കോ അതിനെ ഇവിടുന്ന്. അസത്ത്. പാറു നിങ്ങൾ പോയിക്കോ. പാവം മുത്തച്ചേച്ചി. പാവാണി കൊണ്ടുപോയിക്കോടി, കൊണ്ടുപോയി നോക്കടി. ഞങ്ങൾ പോയിക്കോളാം. ഞങ്ങൾ കാരണം മുത്തിനെ വഴക്ക് പറയണ്ട. എന്നെ പോടി ഇവിടുന്ന്. ഓരോന്നും പറഞ്ഞ് വന്നേക്കുന്നു മനുഷ്യന്റെ മൂട് കളയാൻ. എടി മുത്തേ എന്തോ വേഗം വൃത്തിയാക്കടി. ഞാൻ ചെയ്തോളെ ചെറിയമ്മേ. കല്ല് വാ, നിന്നെ തെച്ചമ്മ വിളിക്കുന്നുണ്ട്. കല്ലും പാവയും ഒക്കെ ആയിട്ട് മര്യാദക്ക് പോയിക്കോ ഇവിടുന്ന്. എന്റെ സ്വഭാവം വിളിക്കരുത്. അധികം നിന്ന് ഇവിടെ സമയം കളഞ്ഞാലേ എന്റെ സ്വഭാവം നിങ്ങൾക്ക് ശരിക്കും അറിയത്തില്ല. ഈ മീനെടുത്ത് ആ പൂട്ടയുടെ തലവഴി ഒഴിക്കും ഞാന്. പാറുകുഞ്ഞമ്മേ, നമുക്ക് പോവാം. അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കും മമ്മി. അങ്ങനെ അല്ലെങ്കിൽ വേണ്ട, അവളുടെ തലവഴി ഒഴിക്കും മമ്മി. ആ മീൻ വെള്ളം ആ പാറുവിന്റെ തലയിൽ ഒഴിച്ചോ, എന്നാലുള്ളൂ അയറ്റകളെ കൊണ്ടുള്ള ശല്യം മാറി കിട്ടുള്ളൂ. എന്നെ കൊണ്ടത് ചെയ്യിക്കും. ചീത്ത ചെറിയമ്മ, ഞങ്ങൾ പോകാ. പൊക്ക പൊക്ക. വാ കല്ലു. മുത്തച്ചേച്ചി ഞാൻ പോവാ. കല്ലുമോള് വേഗം പോയിക്കോ. കല്ലുമോള്, അവൾക്ക് എന്റെ മകളോട് സ്നേഹമില്ല, അയൽപക്കത്തുള്ള കല്ലുമോളോടാ പ്രിയം. ഈ വീട്ടിൽ കഴിഞ്ഞിട്ട് അപ്പുറത്തെ വീട്ടിലുള്ളവരോട് അവൾക്ക് സ്നേഹം കൂടുതല്. നിന്നെയൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ടടി.